മനസ്സിലാവാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇവരുടെ കൂടെ നിൽക്കുന്നത്. ഇപ്പോൾ നമ്മളൊക്കെ ഇവരുടെ കൂടെ നിൽക്കുമ്പോൾ പലരും പറയും അവർ പണിയരുടെ കൂടെയാണ് എന്നൊക്കെ പറയും. പക്ഷേ സത്യത്തിൽ ഇവരെ മനുഷ്യരായി കാണാൻ നമ്മൾ ശ്രമിച്ചാൽ അവർ വളരെ സ്നേഹമുള്ളവരും ഒക്കെയാണ്. എല്ലാ കാര്യത്തിലും അവർ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഞാനും രാമദാസൊക്കെ ഇവിടെ വന്ന് രാവും പകലും ഇപ്പോൾ നിങ്ങൾ കാണുന്നവരൊന്നല്ല, നല്ല ചെറുപ്പക്കാരായ പെൺകുട്ടികളൊക്കെ അന്ന് ഈ സമരം നടത്തുമ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു പെൺകുട്ടിക്ക് പോലും ഒരു സ്വന്തം സഹോദരനെ പോലെ അല്ലാതെ കാണേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായില്ല. ഞാൻ മാത്രമല്ല, നമ്മുടെ ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടായിട്ട് പോലും ഒരാളെയും ഞങ്ങൾ ചേർത്ത് പിടിക്കാന്നല്ലാണ്ട് അത്തരം മുഴുവൻ നിരീക്ഷണങ്ങളും ഞങ്ങൾ ഇവിടെ ഏർപ്പെടുത്തി. അനാവശ്യമായ ഒരാളെയും കൊണ്ട് കയറ്റാൻ പറ്റില്ല. അങ്ങനെ ഒരു സെറ്റപ്പ് സമരമാണ് നമ്മൾ. ആ സമരത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇതെല്ലാം നേടിയെടുക്കാൻ വേണ്ടി കഴിയും. ഇപ്പൊ ഇവർ കുറെ നമ്മൾ TV കൊടുത്തു. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ TV നമ്മൾ കാണാൻ വേണ്ടി കൊണ്ടുവച്ചത് അങ്ങേച്ചിന്റെ വീട്ടിലാണ്. കഴിഞ്ഞ പ്രാവശ്യം ഉരുള് പൊട്ടിയപ്പോൾ വലിയൊരു മരം തന്നെ വന്ന് അവരുടെ വീടടക്കം തകർത്ത TV എല്ലാം അങ്ങനെ പോയതാണ്. അത് നശിപ്പിച്ച അവിടുന്നല്ല. പിന്നെ വസ്ത്രങ്ങളൊക്കെ കൊടുത്താൽ എല്ലാ വസ്ത്രത്തിനും ഒരു കാരണം ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചിന്തിക്കണ്ട. ഇനിയും നിങ്ങൾക്ക് കഴിയുന്നത്ര സഹായങ്ങൾ ചെയ്യാൻ കഴിയുമെങ്കിൽ ഏത് സമയം എന്നെ വിളിച്ചാലും ഞാൻ തയ്യാറായിരിക്കും. ഇവിടെ ഉള്ളവരെല്ലാവരും അതിന് അർഹരാണ് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക. പിന്നെ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ അവരിപ്പോൾ എല്ലാവരും വിദ്യാഭ്യാസത്തിൻ്റെ നമ്മളിവരെ എത്ര ശ്രമിച്ചാലും കുറേ പ്രശ്നങ്ങളുണ്ടാവും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ഈ സമൂഹത്തിൻ്റെ ഈ മേഖലയിൽ പ്രവർത്തനമുള്ള പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ സജീവമായിട്ട് കൂടെ ഉണ്ടാവും. അദ്ദേഹത്തെ ഓർമ്മിക്കാൻ സൗമ്യ ഇന്നും കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഒരു ശിഷ്യഗണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു. സൗമ്യ കണ്ണൂരിയെ നമ്മൾ പല പൊതുരംഗത്തും കാണുകയും ഇടപെടുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അതായത് സൗമ്യ ഉൾപ്പെടെയുള്ളവരുടെ എത്തി എന്നുള്ളതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. സൗമ്യയെ പോലെയുള്ള വിശാലമായൊരു മനസ്സ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ സൗമ്യനെ ഒന്ന് പരിചയപ്പെടുത്താം. സൗമ്യ എന്ന് പറയുന്നത് വലിയൊരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. അത്ര മട്ടന്നൂരുകാരി, അത്ര മോശം ഒരു സാധാ വീട്ടിൽ ജനിച്ചതല്ല. ഒരുപാട് ഭൂസ്വത്തൊക്കെ ഉള്ള ഒരു സൗമ്യയാണ്. പക്ഷെ സൗമ്യ എന്താണെന്ന് വെച്ചാൽ എല്ലാം ഇങ്ങനെ സാധാരണ ജനങ്ങളുടെ കൂടെ ഈ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല സൗമ്യ അല്ലേ? ഇല്ല, എനിക്ക് ഒരുപാട് അപ്പോ അങ്ങനെ സാധാരണ മനുഷ്യർക്ക് വേണ്ടി, സാധാരണ സ്ത്രീകൾക്ക് വേണ്ടി ഒക്കെ കണ്ണൂര് നിങ്ങൾ യാദൃശ്യമായി ഒന്ന് പെട്ടുപോയാൽ എവിടെ പോകും എന്ന് ഒരു സ്ത്രീയും ഒരു അഭയത്തിന് വേണ്ടി വിഷമിക്കേണ്ടതില്ല. നമ്മളെയൊക്കെ ഒന്ന് ബന്ധപ്പെട്ടാൽ നേരിട്ട് നിങ്ങൾ സൗമ്യയുടെ അടുത്തേക്ക് പോയിക്കൊന്നല്ല പറയുന്നത്. അതിനുള്ള ഒരു സാഹചര്യം നമ്മൾ ചെയ്തു കൊടുത്തിട്ട് ബുദ്ധിമുട്ടായിട്ടുള്ള സാഹചര്യവും ഉണ്ട്. ഒരുപാട് വിഷമങ്ങൾ അങ്ങനെയുള്ളവരുമുണ്ട്. പക്ഷെ അങ്ങനെ എല്ലാവർക്കും സുരക്ഷിതമായൊരു കേന്ദ്രം ഒരുക്കാൻ ഇന്നും